ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പലരും എൻ്റെ അടുത്ത് മാറി വാനിയസിലെ ഈ എൻട്രൻസ് എക്സാം എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ തേർഡ് ഇയറിലോട്ട് പോകുന്ന സ്റ്റുഡൻ്റാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഇപ്പം BCom അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിനും BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനാണ് സാധാരണ എൻട്രൻസ് എക്സാം ഉള്ളത്. അപ്പം ഈ BCom അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എൻ്റെ ഒരു അറിവിൽ, എനിക്കത് കറക്റ്റാണോ എന്ന് അറിയില്ല, അവിടെ എക്സാം എഴുതുക മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം നിങ്ങൾ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ സൈറ്റിൽ നിന്ന്, ഇവാനിയസിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് പഠിക്കുക. പിന്നെ ഈ ന്യൂസ് പേപ്പറിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ 2 എസ്സേയും കാണും. അപ്പോൾ ന്യൂസ് പേപ്പർ റീഡിങ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാര്യം. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഇവർ മെയിനായിട്ട് നമ്മുടെ +2 മാർക്സ് തന്നെയാണ്. ഇപ്പോൾ +2 ഒരു 95% ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആൾമോസ്റ്റ് കിട്ടും. എൻട്രൻസിന് മാർക്ക് കുറഞ്ഞെങ്കിൽ അങ്ങനെയാണ് തോന്നുന്നത്. കാരണം നമ്മളവിടെ എൻട്രൻസിൽ പലർക്കും മാർക്ക് കുറവായിരുന്നു, പക്ഷേ അപ്പോൾ +2 മാർക്ക് വെച്ച് തന്നെയാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. പിന്നെ അപ്പോൾ +2 മാർക്ക് തന്നെയാണ് മെയിൻ. പിന്നെ എൻട്രൻസിന് നിങ്ങൾ നല്ല ന്യൂസ് റീഡിങ് വായിക്കുന്ന ആളാണെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ പ്രീവിയസ് ഇയറും കൂടെ നോക്കി വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ കാണും. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പം നമുക്കത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ സംസാരിക്കാം. അങ്ങനെ അതൊന്നും നിർബന്ധമില്ല. അപ്പോൾ അവർ ഇതേപോലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നടത്തണം. അപ്പോൾ നമ്മൾ ഹോബീസോ നമ്മൾ സ്കില്ലോ ഇതിന് മുമ്പ് നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ ഇതേപോലെ എഡിറ്റിംഗ് ഇൻട്രസ്റ്റ് ആണ്, എഡിറ്റിങ്ങിൻ്റെ 2-3 സംഭവം വർക്കൊക്കെ ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞപ്പം അവരെൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ കേരളത്തിലെ 2-3 എഡിറ്റേഴ്സിൻ്റെ പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഹോബീസ് പറഞ്ഞാൽ അത് വെച്ചുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പം എക്സാമ്പിൾ, എൻ്റെ ഒരു ഫ്രണ്ട് അവൻ ഫോട്ടോഗ്രാഫിയെ പറ്റി പറഞ്ഞ്, അപ്പം 2-3 ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പേര് അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ആയിരിക്കും. ഇപ്പം ഇൻ്റർവ്യൂ വന്നിട്ട് കൂടുതലും അങ്ങനെ ആയിരിക്കും. അല്ലാതെ ഈ ജേർണലിസം, ഈ എൻട്രൻസ് പോലെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. കൂടുതലും നമ്മളെ സ്കില്ലിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ അങ്ങനത്തെ ആയിരിക്കും. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കുറച്ച്, എനിക്കൊരു 5 മാർക്ക് അത്രേ എടുക്കും. മെയിനായിട്ട് +2 മാർക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എക്സാമ്പിളും ഇല്ല, ഇപ്പം നമ്മൾ +1 +2 ജേർണലിസം ഹ്യൂമാനിറ്റീസാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു വെയിറ്റേജ് കാണും. അതായത് ഇപ്പോൾ അവർക്കൊരു 91-92% ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ എങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ബാക്കിയുള്ളവർക്ക് 95 ആണെങ്കിൽ ഈ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഉള്ളവർക്ക് അതും കൂടെ കുറച്ചും കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു എൻട്രൻസ് ടെസ്റ്റിൻ്റെ ഒരു ക്രൈറ്റീരിയ വന്നിട്ട്. അപ്പോൾ ബൈ ഗൈസ്.